യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം നമ്മെ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ദൈവിക അനുഗ്രഹത്തിൻ്റെ ആദ്യ പടികൾ എന്നുള്ളതായ ഒരു ചിന്തയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചത്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അതായത് ദൈവം അബ്രഹാമിനെ വിളിക്കും നേരം അബ്രഹാമിന് ദൈവത്തോട് ഉണ്ടായിരുന്നതായ ആ ഒരു ആഗ്രഹം, ആ ഒരു വാഞ്ച, അത് ദൈവം കണ്ടിട്ട് അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. ആ വിളിയോടൊപ്പം തന്നെ ദൈവം വലിയ ചില വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുക്കുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു ദാഹത്തോടെ, വാഞ്ചയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കതായി, ഞാൻ പാപിയാണ്, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ട്രസ്റ്റ് ചെയ്ത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ആര് ആയിരിക്കുന്നുവോ അവരെ ദൈവം വിളിക്കാനും, അതേപോലെ തന്നെ അബ്രഹാമിന് ദൈവം നൽകിയതുപോലെ വാഗ്ദത്തങ്ങൾ ദൈവം നൽകുവാനിടയായി തീരും. നമ്മൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായും മനസ്സിലാക്കണം. എപ്പോഴൊക്കെയാണോ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്, ആ സമയങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആത്മാവിൽ നമ്മൾ ദാരിദ്ര്യം ഉള്ളവരായി തീരണം. നമ്മൾ ഒന്നുമല്ല, എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, അതുകൊണ്ട് ഞാൻ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെ നാം അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവം നമ്മെ വിളിക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മെ അറിയിക്കുന്നത്, നമുക്ക് ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെയധികം ആവശ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് യേശുക്രിസ്തു ആദ്യം പറഞ്ഞ വാക്ക് തന്നെ ഇതായിരുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതേപോലെ തന്നെ ശിഷ്യന്മാരോട് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദാഹിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതെല്ലാം യേശുക്രിസ്തു പറയുന്നത് നമ്മൾ അക്ഷരീകമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിശപ്പിനെ കുറിച്ചോ ദാഹത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മളുടെ ആത്മീയമായ വിശപ്പും ആത്മീയമായ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. അങ്ങനെയുള്ളവർക്കാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നതാണ് ഇവിടെ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാൻ ആഗ്രഹിച്ചതായ ഒരു വേദഭാഗം, അതിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. എങ്കിലും ഇന്ന് നമ്മൾ അതിൻ്റെ പൂർണ്ണമായ ഒരു അർത്ഥത്തിലേക്ക്, ആ വാക്യത്തിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നോക്കൂ, ഈ വാക്യങ്ങളും അതേപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം കൊടുക്കുന്നതായ വിളിയും വാഗ്ദത്വവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ ഈ വായിച്ചതായ വാക്യത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഇസ്രായേൽ ജനതയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് ഏർപ്പെടുകയാണ്. ആ ഉടമ്പടിയിൽ പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ 28-ന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നോക്കൂ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഒരു അപൂർണമായ കേൾവിയെക്കുറിച്ചല്ല. അതുപോലെ തന്നെ കേൾവി സംബന്ധിച്ച് ദൈവവചനത്തിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരാകിയാൽ. എബ്രായ ലേഖനത്തിൽ പറയുന്നതായ ഒരു വാക്യമാണ്. ഈ കേൾപ്പാൻ മാന്ദ്യം എന്ന് പറയുന്നത് കേൾക്കുവാനുള്ള മടി, ശ്രദ്ധിക്കാനുള്ളതായ താല്പര്യക്കുറവ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കൊരിക്കലും ദൈവം പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ എടുക്കുവാനോ അനുസരിക്കുവാനോ നമുക്ക് കഴിയത്തില്ല. ദൈവം ആവശ്യപ്പെടുന്നതോ അതുതന്നെയാണ്, നാം യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. ദൈവത്തിന്റെ ആ അനുഗ്രഹത്തിന്റെ പാക്കേജ് ദൈവം നൽകുന്നത് ഈ ആദ്യ വാക്യങ്ങളിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്
ഇന്ന് നിന്നോട് യഹോവ ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ, അപ്പോൾ ശ്രദ്ധിക്കുക മാത്രമല്ല, ആ ശ്രദ്ധിച്ച് കേട്ടതായ കാര്യങ്ങൾ പ്രമാണിച്ചു നടക്കുകയും ചെയ്യണമെന്നാണ് ഈ ഉടമ്പടിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുക്കുമ്പോൾ ആ പ്രമാണത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരുന്നു. ഒന്നാമതായിട്ട് ലോ, അതായത് നിയമം, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് നമുക്ക് പറയാവുന്ന നിയമം. അതായത് ദൈവത്തോടുള്ളതായ ബന്ധത്തിലുള്ള നിയമങ്ങൾ, നമ്മൾ എന്ത് നിയമമാണ് അനുസരിക്കേണ്ടത്. രണ്ടാമതായിട്ട് ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് ആരാധനയായിരുന്നു, സാക്രിഫൈസ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായ ആരാധനയുടെ പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകണമെന്ന് ആ നിയമം അനുശാസിച്ചിരുന്നു. മൂന്നാമതായിട്ട് ദൈവം ആ പ്രമാണത്തിലൂടെ, അല്ലെങ്കിൽ ആ ഉടമ്പടിയിലൂടെ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അതായത് നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്, ആ തിരഞ്ഞെടുപ്പിൻ പ്രകാരമാണ് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ലോ അഥവാ നിയമം, രണ്ടാമതായിട്ട് യാഗം അഥവാ ആരാധന, മൂന്നാമതായിട്ട് അവരുടെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ദൈവം എന്തിനാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത്? ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ മുഴുവനും ദൈവം ആരാണെന്ന് തെളിയിക്കുവാൻ ദൈവം ആ ജനത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നൊരു ഉദ്ദേശം അതുതന്നെയാണ്. നമ്മളിലൂടെ ആ ദൈവത്തിന്റെ മഹത്വം ലോകത്തെ അറിയിക്കണം. അതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, എന്തിന് ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ദൈവം എന്നെ വിളിക്കുന്നു. പലരുടെയും സംശയം ഇതാണ്, ദൈവം എന്നെ വിളിക്കുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെ ലോകത്തോട് വിളിച്ചു പറയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ ലോകം മുഴുവനും പ്രസ്താവിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ദൈവം അവിടെ പറയുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കണം? അവരുടെ തെരഞ്ഞെടുപ്പ് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണെങ്കിൽ, അതേ ദൈവത്തിന്റെ പ്രമാണത്തെ അവർ അനുസരിച്ച് നടന്നാൽ ദൈവം ആ അനുഗ്രഹത്തെ ഇസ്രായേലിന് കൊടുക്കും. ആ അനുഗ്രഹത്തിലൂടെ ദൈവം ലോകത്തെ വെളിപ്പെടുത്തുന്നു ദൈവം ആരാണ് എന്നുള്ളത്. എന്നാൽ അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ ദൈവത്താലുള്ള അനുഗ്രഹം വേണ്ട, അല്ലെങ്കിൽ അവർ ഈ ന്യായപ്രമാണമോ ഉടമ്പടിയോ അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ദൈവം പറയുന്നു, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ശാപത്തിന് കാരണമായി തീരും. അതായത് ദൈവം ഇസ്രായേലിനെ ശപിക്കുന്നത്, ഇസ്രായേൽ ദൈവത്തിന്റെ വഴിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നത്, ദൈവം അവരെ ശപിക്കുന്നത്, അതേ ലോകത്തിന് ഒരു സാക്ഷ്യമായിരിക്കും. ദൈവം എങ്ങനെയാണ് ഇസ്രായേലിനെ ശപിക്കുന്നത്, ഇസ്രായേലിനെ ശിക്ഷിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം ലോകത്തിന് വെളിപ്പെടും. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ മഹത്വം ലോകത്തിൽ വെളിപ്പെടുത്തുവാനാണ്. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അത് തിരഞ്ഞെടുക്കണം. ഞാൻ തിരഞ്ഞെടുക്കാതെ എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകില്ല. ഇനി ഞാൻ തിരഞ്ഞെടുക്കുന്നത് ആ അനുഗ്രഹമല്ല എന്ന് വരികിൽ എന്നിൽ വരുന്നത് ദൈവത്തിന്റെ ശാപമായിരിക്കും, എന്നിൽ വരുന്നത് ദൈവത്തിന്റെ ശിക്ഷയായിരിക്കും. ആ ശിക്ഷയാണ് ലോകത്തിന് വെളിപ്പെടുക. നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. അതായത് ദൈവത്തിന്റെ അനുഗ്രഹത്തിലൂടെ ലോകം ദൈവത്തെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, അതെ, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന്റെ പ്രമാണങ്ങളെ, കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ ആണെങ്കിൽ, എന്നിട്ടാണ് അവിടെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലിയുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങളെ കുറിച്ചോട് പറയുന്നുണ്ട്. പക്ഷെ അവർ അത് കേട്ടനുസരിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവരെ ദൈവം ശിക്ഷിക്കുന്നതിലൂടെ ലോകത്തെ അറിയിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അനുഗ്രഹമാകുവാൻ കഴിയത്തില്ല, മറിച്ച് ഒരു ശാപമായി തീരുവാനേ കഴിയത്തുള്ളൂ. ഞാൻ ഈ പറയുന്നത് ശാപത്തിന്റെ സന്ദേശമായിട്ടല്ല, മറിച്ച് ഒരു അനുഗ്രഹത്തിന്റെ സന്ദേശം തന്നെയാണ്. പക്ഷേ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ,
അതെ, നമുക്കൊരു ചോയ്സ് ഉണ്ട്, ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ വാക്യമാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കണം. അബ്രഹാം അത് തന്നെയാണ് ചെയ്തത്. അബ്രഹാം എന്താണ് ചെയ്തത്? ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാം അങ്ങനെ ചെയ്തപ്പോൾ അബ്രഹാമിന് ദൈവം ഒരു അനുഗ്രഹമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. നീ ഇങ്ങനെ ചെയ്താൽ, അല്ലേ, ആ ഒരു അനുസരണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞല്ല ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത്, മറിച്ച് ആ വിളിയോട് കൂടെ തന്നെ ദൈവം പ്രോമിസ് ചെയ്യുന്നു. നോക്കൂ, പ്രോമിസാണത്, വാഗ്ദത്തമാണ്. വാഗ്ദത്തം ചെയ്യുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മളോട് പറയുന്നത്? വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നതും അബ്രഹാമിനോട് പറഞ്ഞ കാര്യം തന്നെയാണ്. അതെ, നാം ഓരോരുത്തരും കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് നമ്മുടെ പാപബലികളെല്ലാം വിട്ട് അവനടുക്കിലേക്ക് കടന്നു വരുന്നെങ്കിൽ, അവൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കുന്നെങ്കിൽ ദൈവം നമ്മെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. അതെ, ആ ഒരു അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. പക്ഷേ ചോയ്സ്, ഡിസിഷൻ, തീരുമാനം നമ്മളുടേതാണ്. എനിക്ക് അനുഗ്രഹം വേണമോ അതോ ശാപം വേണമോ? എനിക്ക് സ്വർഗത്തിൽ പോകണമോ അതോ നരകത്തിൽ പോകണമോ? അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് അപ്രകാരം ഒരു തീരുമാനമെടുക്കുവാൻ, അതെ, ഞാൻ ഒരു അനുഗ്രഹമാകണം, ദൈവത്താൽ ഒരു അനുഗ്രഹമാകണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ചോയ്സ് എടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതെ, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വെളിപ്പെട്ട് നമ്മിലൂടെ ദൈവം ലോകത്തെ കാണിച്ചു കൊടുക്കും ദൈവം ആരാണ് എന്നുള്ളത്. അതിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളിലൂടെ അങ്ങ് ലോകത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിലൂടെ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു എന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കനിടയാക്കിയതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അങ്ങയുടെ മക്കൾ നിറഞ്ഞു വരട്ടെ. കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ദൈവിക അനുഗ്രഹങ്ങൾ ധാരാളമായി കടന്നു വന്ന് അവർ മൂലം ലോകം ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.